എസ്.ഐ അകത്തേക്ക് കയറി. പിന്നാലെ മാഷും. ചുവരിൽ ചാരി ശ്വാസം ആഞ്ഞു വലിക്കുന്ന വാര്യരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്താടാ, പ്രായം ചെന്ന മനുഷ്യനെ അടിച്ചു ചതച്ചോ? നീ ആര്, ഗുണ്ടയോ? എസ്.ഐയുടെ ഉറക്കെയുള്ള സ്വരം. ഞാൻ ഗുണ്ടയൊന്നും അല്ല സാറേ, ആ കിഴവനാ പ്രശ്നമുണ്ടാക്കിയത്. ഒരു കൂസലുമില്ലാതെ പറയുന്ന ജഗന്റെ മുഖത്തേക്ക് എസ്.ഐ സൂക്ഷിച്ചു നോക്കി. അവന്റെ അടിവയറ്റിൽ മുട്ടുകാൽ കയറ്റിയതും ജഗൻ വില്ല് പോലെ വളഞ്ഞു. എസ്.ഐ അവന്റെ തലമുടിയിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു. മകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ നോക്കി നിൽക്കണോ? അത് കൊള്ളാലോ. ഇനി ബാക്കി സ്റ്റേഷനിൽ ചെന്നിട്ട്. എസ്.ഐ പ്രശാന്ത് അരിശത്തോടെ അവന്റെ കവിളിൽ കുത്തിപ്പിടിച്ചു. തല ചരിച്ച് നക്ഷത്രയുടെ മുഖത്തേക്ക് നോക്കി. കുട്ടി നാളെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. അവൾ തല കുലുക്കി. ജഗന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. നീ ചിരിക്കണ്ടടി, എന്നെ ഒരുത്തനും ഒരു ചുക്കും ചെയ്യില്ല. നാളെ രാവിലെ ഞാൻ ഈ ഉമ്മറത്തുണ്ടാവും. കടുപ്പത്തിൽ പറയുന്നവന്റെ മുടിയിൽ എസ്.ഐ അമർത്തി പിടിച്ചു. അതൊന്നു കാണണമല്ലോ. ശരി മാഷേ, നാളെ ആ കുട്ടിയെ കൂട്ടി വന്നാൽ മതി. ഇനി ഇവനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പോലീസ് വാൻ വീടിന്റെ മുറ്റത്തു നിന്ന് റോഡിലേക്ക് ഇറങ്ങി. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, വാടോ? വേണ്ട വേണു, എനിക്കൊന്ന് കിടന്നാൽ മതി. വേണേച്ചാൽ നാളെ പോകാം, തളർച്ചയോടെ പറഞ്ഞു. വേണുമാഷ് അയാളെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നു. മോള് വിളിച്ചു പറഞ്ഞു, പോലീസിൽ അറിയിക്കാൻ. എസ്.ഐയെ എനിക്കറിയാം. ചെവിക്കരികിൽ ചുണ്ട് ചേർത്ത് മാഷ് പറയുമ്പോൾ ആ അച്ഛൻ ചിരിയോടെ തിരിഞ്ഞ് നക്ഷത്രയെ നോക്കി. എൻ്റെ നാച്ചു മാറിപ്പോയി അല്ലേ വേണു? ഇടറിയ സ്വരം. ഈ മാറ്റം അത് അനിവാര്യമാണ്. അയാളെ കട്ടില്ലായിരുത്തി. വിയർക്കുന്നുണ്ടല്ലോ വാര്യരെ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാമായിരുന്നു, വെപ്രാളത്തിൽ പറഞ്ഞു. അത് പ്രശ്നമൊന്നുമില്ല. എൻ്റെ കുട്ടിയെ എൻ്റെ കൺമുന്നിൽ വെച്ച് ഉപദ്രവിക്കുമോ എന്ന പേടിയിൽ വിയർത്ത് പോയതാ. താൻ ആ ഫാനങ്ങിട്, ഇപ്പം മാറും. കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി കിടക്കുന്ന വാര്യർക്ക് അരികിലായി മാഷിരുന്നു. എൻ്റെ കുഞ്ഞിന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥയും വന്നു. പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് ഇപ്പം എന്താ? താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനും മോൾക്കൊപ്പം കാണും. അവനിനി പുറം ലോകം കാണില്ല. അതിനുവേണ്ടി കുഞ്ഞിൻ്റെ ഒരു പരാതി എഴുതി മേടിക്കാനാ ചെല്ലാൻ പറഞ്ഞത്. വാര്യർ മാഷിൻ്റെ മുഖത്തേക്ക് നോക്കി കയ്യിൽ അമർത്തി പിടിച്ചു. എൻ്റെ കുഞ്ഞ്, ഞാനുണ്ട് എന്തിനും ഒപ്പം. നക്ഷത്രയും എനിക്ക് മോള് തന്നെയാ. താൻ കിടന്നു, ഞാൻ നാളെ രാവിലെ വരാം. വേണുമാഷ് പുറത്തേക്ക് നടന്നു. വാതിൽ പടിയിൽ വന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി. വാര്യരുടെ കണ്ണുകൾ വേണുമാഷിൽ തന്നെയാണ്. ആ നോട്ടത്തിൽ യാചനയുടെ ഭാവം. മാഷിന്റെ ഹൃദയം ഒന്ന് വിങ്ങി. ഉറങ്ങിക്കോ, ഒരു പേടിയും വേണ്ട. അയാൾ പുറത്തേക്ക് നടന്നു. നക്ഷത്ര അച്ഛൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നും കടുപ്പത്തിലുള്ള നേത്രയുടെ സ്വരം. അവൾ ഒന്ന് നിന്ന് തിരിഞ്ഞു നോക്കി. നാളെ പോയി പരാതി കൊടുക്കരുത്. ജഗേട്ടന് ഒരു കയ്യബദ്ധം പറ്റിയതാ. ഇപ്രാവശ്യത്തേക്ക് നീയൊന്ന് ക്ഷമിക്ക് എൻ്റെ ലച്ചുമോള്. നക്ഷത്ര പുച്ഛത്തോടെ ചിരിച്ചു. നാണമില്ലാത്ത സ്ത്രീ. അകത്ത് കിടക്കുന്ന മനുഷ്യൻ നിങ്ങളെ ശപിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഞാൻ പറയുക, ഒരു നാൾ നേത്ര നീറി പുകയും. ചെയ്തു കൂട്ടിയ തെറ്റിനെ ഓർത്ത് കരയും. ഉറപ്പോടെ പറഞ്ഞു തിരിയുമ്പോൾ മുന്നിൽ നിൽക്കുന്ന മാഷിനെ കണ്ട് അവൾ തല താഴ്ത്തി. മോള് വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. അവളെ ചേർത്ത് പിടിച്ചു. മാഷേ, അപ്പ വിങ്ങലോടെ ചോദിച്ചു. അപ്പ കിടന്നു. നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. പ്രായം ചെന്ന ആളല്ലേ, ശരീരം നന്നായി വേദനിച്ചിട്ടുണ്ടാകും. മാഷ് നേത്രയുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി പുറത്തേക്ക് നടന്നു. അപ്പാ, അച്ഛന് അരികിലായിരുന്ന് കവിൾത്തടത്തിലും തോളിലും കയ്യിലും ചുവന്ന് ചിണിർത്ത് കിടക്കുന്ന പാടിൽ പതിയെ തഴുകിക്കൊണ്ട് നക്ഷത്ര വിളിച്ചു. വാര്യര് കണ്ണുകൾ വലിച്ചു തുറന്നു. മുഖത്ത് നീര് വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകാമായിരുന്നു. അത് സാരമില്ല, നാളെ അങ്ങ് മാറും. മോള് വാതിലടച്ച് ദേ അപ്പായ്ക്ക് അടുത്ത് കിടന്നു. കുറച്ചുകൂടി പിന്നിലേക്ക് നീങ്ങി കിടന്നുകൊണ്ട് പറയുമ്പോൾ അവൾ തല കുലുക്കി. ഒരുപാട് വേദനിച്ചു അല്ലേ അപ്പാ? എല്ലാം ഞാൻ കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല നാച്ചു. അപ്പായ്ക്ക് വേദന ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിയുടെ ദേഷ്യം, സംസാരം എല്ലാം കൺകുളിർക്കെ കണ്ടു. ആ സമയം വേദന എങ്ങോ പോയി. അപ്പായ്ക്ക് സന്തോഷമായി. ഇങ്ങനൊരു നാച്ചുവിനെ കാണാൻ കഴിഞ്ഞല്ലോ. പ്രതികരിക്കണം. മകളുടെ തലമുടിയിൽ പതിയെ തഴുകി. ഉറങ്ങിക്കോ. പതിയെ പതിയെ കൂമ്പി അടയുന്ന അവളുടെ കണ്ണുകൾ കൊതി തീരെ മകളെ നോക്കിക്കിടന്നു. ഗേറ്റ് തുറന്ന് മാഷ് അകത്തേക്ക് കയറുമ്പോൾ ഉമ്മറത്ത് വനജയ്ക്കൊപ്പം ഇരുന്ന വേണി പുറത്തേക്ക് ഓടിയിറങ്ങി. അച്ഛാ, എന്തായി?
അയാൾ മകളെയും ചേർത്ത് പിടിച്ച് വീടിനുള്ളിലേക്ക് നടന്നു. സെറ്റിയിൽ തളർച്ചയോടെ ഇരുന്നു. വേണിയും വനജയും മാഷിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഞാനായിരുന്നേൽ അവനെ കൊന്ന് ജയിലിൽ പോയേനെ. മാഷ് പറയുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞ് വേണി ദേഷ്യത്തോടെ ഉറഞ്ഞു തുള്ളി. പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് മോളെ, പക്ഷേ പ്രവർത്തിക്കുക പാടായിരിക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ മാഷേ? സംശയത്തോടെ വനജ മാഷിനെ നോക്കി. എന്തായാലും കേസ് സ്ട്രോങ് ആകും. അവൻ കുറച്ചു നാള് ജയിലിൽ കിടക്കും. അപ്പോഴേക്കും നക്ഷത്രയുടെ കല്യാണം നടത്താം. അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് വേണി റൂമിലേക്ക് കയറി. എത്രയും പെട്ടെന്ന് ആ ചേട്ടനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം. നക്ഷത്ര പറയുന്നതും കാത്തിരുന്നാൽ കാര്യം നടക്കില്ല. അവൾ ഫോൺ കയ്യിലേക്കെടുത്തു. കോൾ ലിസ്റ്റിൽ നിന്നും ആദർശിൻ്റെ നമ്പർ എടുത്തു. അസമയത്ത് വിളിക്കണോ? വിളിക്കാം, ആവശ്യം നമ്മുടേതല്ലേ. കോൾ ചെയ്തു. ശിവനെ, കോള് കണക്റ്റ് ആകുന്നില്ലല്ലോ. അവൾ ഫോൺ ടേബിളിലേക്ക് വെച്ചു. നാളെ ഒന്നുകൂടി വിളിച്ചു നോക്കാം. ശരീരമാസകലം വിയർപ്പിനാൽ കുതിരുമ്പോൾ വാര്യര് കണ്ണുകൾ തുറന്നു. തല ചരിച്ച് ശാന്തമായി ഉറങ്ങുന്ന മകളെ നോക്കി. ശബ്ദം തൊണ്ടക്കുഴിയിൽ തടഞ്ഞു. കണ്ണുകൾ പുറത്തേക്ക് തള്ളി. കൃഷ്ണ, എൻ്റെ കുട്ടി. ഹൃദയം അലമുറയിട്ട് കരഞ്ഞു. തല പതിയെ താഴ്ത്തി മകളുടെ കവിൾത്തടത്തിലും നെറ്റിയിലും അമർത്തി ചുംബിച്ചു. അവസാന ചുംബനം. കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണുനീർ നക്ഷത്രയുടെ കവിളിൽ പതിച്ചു. ചിന്നി ചിതറി. ആ കണ്ണുനീരിൽ ആ ജീവന്റെ തുടുപ്പ് അവസാനിച്ചു. നിശ്ചലമായ ശരീരം ബെഡിലേക്ക് ചരിഞ്ഞു വീണു. ശാന്തമായി. ജനൽപ്പാളി വഴി മുഖത്തേക്ക് വന്നു പതിക്കുന്ന സൂര്യപ്രകാശം. നക്ഷത്ര കണ്ണുകൾ വലിച്ചു തുറന്നു. അരികിൽ കിടക്കുന്ന അച്ഛനെ തല ചരിച്ചു നോക്കി. രാവിലെ ക്ഷേത്രം തുറക്കാൻ എഴുന്നേൽക്കുന്നതാ. പാവം, വേദന കാരണം ഉറങ്ങുന്നതാവും. പതിയെ അവൻ്റെ വിരൽപ്പാട് പതിഞ്ഞ കവിൾത്തടത്തിൽ തഴുകിയതും അവൾ കൈകൾ പിൻവലിച്ചു. തണുത്തുറഞ്ഞ ശരീരം. അപ്പാ, ഉറക്കെ അലറി. ഉയരുന്ന കരച്ചിൽ. നാട്ടുകാർ തടിച്ചുകൂടി. മാഷേ. ആംബുലൻസിലേക്ക് വാര്യരെ കയറ്റുമ്പോൾ കരച്ചിലോടെ മാഷിൻ്റെ ദേഹത്തേക്ക് ബോധം നഷ്ടപ്പെട്ട് തളർന്നു വീണു. വൈകുന്നേരത്തോടെ തെക്കേത്തൊടിയിൽ ചിത ഒരുങ്ങി. അവളുടെ പുലമ്പലുകൾ. അന്ത്യകർമ്മം ചെയ്യാൻ വെള്ളമുണ്ടും ധരിച്ച് അച്ഛനരികിൽ നിൽക്കുന്ന ആളിനെ കണ്ട നിമിഷം നിലത്തുനിന്ന് അവൾ ചാടി എഴുന്നേറ്റു. പുറത്തേക്ക് ഓടി. അച്ഛാ. വേണി മാഷിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. നമുക്കൊന്നും പറയാനുള്ള സ്വാതന്ത്ര്യമില്ല മോളെ, പക്ഷേ അവൾക്കുണ്ട്. കടുപ്പിച്ചു പറഞ്ഞു. മാറടാ, തൊട്ടു പോകരുത് എൻ്റെ അപ്പേ. അലറും പോലുള്ള ശബ്ദം ജഗനെ പിടിച്ച് പിന്നിലേക്ക് തള്ളി മാറ്റി. ഈ കുട്ടിയെ അകത്തേക്ക് കൊണ്ടുപോകൂ, തിരുമേനി ഉറക്കെ പറഞ്ഞു. നേത്ര പുറത്തേക്ക് വന്നു. നക്ഷത്ര, വാ. ഈ ചടങ്ങുകൾ നമ്മൾ പെൺകുട്ടികൾക്ക് ചെയ്യാൻ പാടില്ല. അവളുടെ കയ്യിൽ അമർത്തി പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ വിട്. ഇതേവരെ ആരും കാണാത്ത നക്ഷത്രയുടെ ഭാവം ചേച്ചിയുടെ കയ്യെ തട്ടി മാറ്റി. എൻ്റെ അപ്പേ, നിങ്ങൾ രണ്ടും തൊട്ടാൽ പിന്നെ ഈ നക്ഷത്ര ആരാന്നറിയും. അവൾ തിരുമേനിയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ചെയ്യും. എനിക്ക് അവകാശം. ഇവരാരും എൻ്റെ അപ്പയുടെ ആരുമല്ല. കണ്ണുനീരോടെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ തിരുമേനി ദയനീയമായി നോക്കി. കുട്ടി, അത് അയാൾ ഒന്ന് വെക്കി. വേണ്ട തിരുമേനി, മോള് പറയുന്നതാ അതിൻ്റെ ശരി. അവള് തന്നെ ചെയ്യട്ടെ. ഇതിൽ ആചാരങ്ങളൊന്നും നോക്കണ്ട. ആ ആത്മാവിന് ശാന്തി കിട്ടണം. മാഷ് കടുപ്പിച്ച് പറയുമ്പോൾ കൂടി നിന്നവർക്ക് ഒരെതിരഭിപ്രായവും ഉണ്ടായില്ല. ഒരഗ്നിയായി കത്തിയമരുന്ന അപ്പയുടെ ശരീരം. കണ്ണുനീരിൻ്റെ മറയിൽ അവൾ നോക്കി നിന്നു. നാച്ചു. എവിടെയോ നിന്ന് അപ്പയുടെ സ്വരം. അവൾ ചിരിയോടെ കണ്ണുകൾ അമർത്തി തുടച്ചു. അറിയാം, അപ്പ എന്നെ വിട്ട് പോവില്ല എന്ന്. ചുണ്ടുകൾ വിതുമ്പി. നക്ഷത്ര. തോളിൽ വേണിയുടെ കൈകൾ പതിച്ചു. നക്ഷത്ര തിരിഞ്ഞു നോക്കി. അപ്പ പോയി, എന്നെ തനിച്ചാക്കി. ഒരുപാട് വേദനയോടെ അടക്കി പിടിച്ച വേണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വാ മക്കളെ. തൻ്റെ നെഞ്ചിലേക്ക് രണ്ടുപേരെയും മാഷി ചേർത്ത് പിടിച്ചു. നാട്ടുകാരും അകന്ന ബന്ധുക്കളും പിരിഞ്ഞു. വീടിനകത്തേക്ക് കയറുമ്പോൾ സെറ്റിയിൽ അമർന്നിരിക്കുന്ന ജഗനെ കണ്ട് നക്ഷത്രയുടെ ശരീരം വിറച്ചു. വേണ്ട മോളെ. അയാൾ നക്ഷത്രയെ മുറുകെ പിടിച്ചു. എന്താ, ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കാനാണോ പ്ലാൻ? രാത്രിയായിട്ടും പോകാതെ നിൽക്കുന്ന മാഷിനെയും വനജയെയും വേണിയെയും നോക്കി ജഗൻ കടുപ്പത്തിൽ ചോദിച്ചു. അതു പറയാൻ നീ ആരാ? ഇത് നിന്റെ വീടാണോ? മാഷിൻ്റെ കടുത്ത സ്വരം. ഒരു സ്കൂൾ മാഷല്ലേ നിങ്ങൾ? ചിന്തിക്കാൻ കഴിവില്ലേ?
പിന്നിൽ നിന്നും ബന്ധുക്കളുടെ സ്വരം ഉയർന്നു. മാഷിന്റെ കണ്ണുകൾ കുറുകി. രാമവാര്യരുടെ മൂത്ത കുട്ടിയുടെ ഭർത്താവാണ് ജഗൻ. അവനാണ് ഇനി മുതൽ ഈ കുടുംബത്തിന്റെ നാഥൻ. കുടുംബക്കാർ ഒരുമയോടെ പറയുമ്പോൾ മാഷ് ജഗന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. എല്ലാവരെയും കയ്യിലെടുത്തു അല്ലേ? ജഗൻ ചിരിയോടെ മാഷിന് അരികിലായി ചേർന്ന് നിന്നു. ആ, കയ്യിലെടുത്തു. എൻ്റെ ലക്ഷ്യം മോഹം, അത് ഞാൻ സാധിക്കും, എന്ത് വില കൊടുത്തും. കടുപ്പത്തിൽ പറയുമ്പോൾ ജഗന്റെ കണ്ണുകൾ ഹാളിൻ്റെ ഒരു മൂലയിൽ മുട്ടിൽ മുഖമൊളിപ്പിച്ച് കരച്ചിൽ അമർത്തി പിടിക്കുന്നവളിൽ ഉടക്കി. അവളെ ഞാൻ സ്വന്തമാക്കും. ഗൂഢമായ ചിരി. മാഷിന്റെ കൈകൾ ജഗന്റെ കവിൾത്തടത്തിൽ ശക്തിയിൽ പതിച്ചു. ഉറക്കെയുള്ള ശബ്ദം. എല്ലാവരും ഒരു നിമിഷം നിശബ്ദമായി. നീ എന്താ കരുതിയത്? എൻ്റെ കുട്ടിയെ നിനക്ക് തരുമെന്നോ? എന്നാൽ തെറ്റി. വാര്യര് അവസാനമായി എന്നെ ഏൽപ്പിച്ചു പോയതാ. ആ മോളെ നിനക്ക് ഞാൻ വിട്ടു തരില്ല. ദേഷ്യത്തോടെ ജഗൻ പല്ല് കടിച്ചു പിടിച്ചു. താൻ എന്നെ അടിച്ചു അല്ലേടോ? ജഗന്റെ കൈ മാഷിന്റെ വലം കൈയിൽ മുറുകി പിന്നിലേക്ക് വളച്ചു. വേദനയോടെ മാഷ് ഉറക്കെ വിളിച്ചു, വിടടാ എൻ്റെ അച്ഛനെ. വേണി ജഗന്റെ കയ്യിൽ അടിച്ചു. അവന്റെ കൈയുടെ മുറുക്കം കൂടി. വേണ്ട, എനിക്ക് വേണ്ടി ആരും ഇവിടെ നിൽക്കണ്ട, മാഷ് പോയിക്കോ. നക്ഷത്രയുടെ ചിലമ്പിച്ച സ്വരം. ജഗൻ ചിരിയോടെ കൈകൾ പിൻവലിച്ചു. ഹാ, അതാണ് നാച്ചുമോൾക്ക് ബുദ്ധിയുണ്ട്. അപ്പോ ശരീരം കേടാക്കാതെ മാഷും കുടുംബവും പോകാൻ നോക്ക്. പുച്ഛച്ചിരിയോടെ ജഗൻ അകത്തേക്ക് നടന്നു. മോളെ, വേണ്ട മാഷേ, നിങ്ങൾ പോയിക്കോ. ഞാൻ എൻ്റെ വിധിയാ. പക്ഷെ നക്ഷത്ര തോറ്റു കൊടുക്കില്ല. ഉറപ്പോടെ പറയുന്നവളെ ദയനീയമായി നോക്കി. മാഷ് മുന്നേ നടന്നു. പിന്നാലെ വനജയും വേണിയും. വേണി. നക്ഷത്ര അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. വേണി വേദനയോടെ നിന്നു. ആദ്യേട്ടനെ ലൈനിൽ കിട്ടിയില്ല അല്ലേ? ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാരില്ല. എനിക്കുറപ്പുണ്ട് ആദ്യേട്ടൻ എന്നെ തേടി വരും. ദിവസങ്ങൾ ഒന്നൊന്നായി നടന്നകന്നു. രാത്രി 12 മണിക്ക് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഒരു ടാക്സിയിൽ കയറി സീറ്റിൽ ചാരി കിടക്കുമ്പോൾ ഹൃദയം നിറയെ അവളുടെ മുഖം മാത്രമായിരുന്നു. നാച്ചൂട്ട. പ്രണയത്തോടെ ചുണ്ടുകൾ പുലമ്പി. ഗേറ്റിന് മുന്നിൽ കാർ നിന്നു. ഡ്രൈവർക്ക് ക്യാഷും കൊടുത്ത് ബാഗും തോളിലേക്കിട്ട് മൊബൈൽ എടുത്തു. ഗേറ്റ് താനേ തുറന്നു. അവൻ അകത്തേക്ക് നടന്നു. ഒന്ന് കിടക്കണം. നാളെ രാവിലെ എൻ്റെ പെണ്ണിനെ കാണാൻ പോകണം. അവൻ ബെഡിലായിരുന്നു. ബാഗിൽ നിന്ന് ഒരു ബോക്സ് കയ്യിലേക്ക് എടുത്തു. ഇത് ആദർശേട്ടൻ എൻ്റെ നാച്ചുവിന് തരുന്ന ആദ്യത്തെ സമ്മാനാണ്. ചിരിയോടെ ബോക്സ് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ബെഡിലേക്ക് മറഞ്ഞു. വാതിലിൽ തുടരെ തുടരെ മുട്ട് കേൾക്കുമ്പോൾ നക്ഷത്ര കണ്ണുകൾ വലിച്ചു തുറന്നു. കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവനാണ്. കൈകൾ തലയിണയ്ക്ക് അടിയിലിരിക്കുന്ന വാക്കത്തിയിൽ മുറുകി. എടി, ഒരുപാട് നാൾ എൻ്റെ കയ്യിൽ നിന്നും വഴുതി പോകാൻ കഴിയില്ല. ബന്ധുക്കൾ ഒന്ന് പിരിഞ്ഞു പോയിക്കോട്ടെ, അതുവരെ മാത്രം. ജഗന്റെ കാൽപെരുമാറ്റം അകന്നു. അപ്പാ. വേദനയോടെ അച്ഛൻ്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന തലയിണയിൽ മുഖം അമർത്തി വെച്ചു. അപ്പ പേടിക്കണ്ട, നാച്ചുവിന് ഇപ്പൊ പേടിയില്ല. വിതുമ്പലോടെ പറയുമ്പോൾ ജനൽപ്പാളിക്ക് ഇടയിലൂടെ ഒരു തണുത്ത കാറ്റായി ആ അച്ഛൻ അവളെ തഴുകി ഉറക്കി. ഗ്ലാസ് വാൾ വഴി മുഖത്തേക്ക് വന്ന് പതിക്കുന്ന സൂര്യപ്രകാശം. അവൻ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. ടേബിളിലിരുന്ന ഫോൺ കൈയെത്തിച്ചെടുത്തു. യോ, ലേറ്റ് ആയല്ലോ. നാച്ചൂട്ടൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാകും. വെപ്രാളത്തിൽ ഫോൺ ബെഡിലേക്ക് തന്നെ വെക്കുമ്പോൾ കണ്ണുകൾ ചുരുങ്ങി. ഇത്രയും മിസ് കോൾസ്, അതും വെളുപ്പിന്? സംശയത്തോടെ കോൾ ലിസ്റ്റ് നോക്കി. ഇവന്മാർക്ക് 3 എണ്ണത്തിനും വേറെ പണിയൊന്നുമില്ലേ? വാഷ്റൂം ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ഫോൺ റിങ് ചെയ്തു. ഷെടാ, സമ്മതിക്കില്ല. തിരികെ വന്ന് കോൾ അറ്റൻഡ് ചെയ്തു. കഷ്ടാണ് ആദർശേ നിന്റെ കാര്യം. ഒന്ന് വിളിക്കാൻ കൂടി കഴിയാത്ത തിരക്കിലായി പോയോ നീ? മറുവശത്ത് ദേഷ്യത്തോടെയുള്ള നിതിൻ്റെ സ്വരം. സോറിടാ, ഞാൻ ഫസ്റ്റ് അല്ലേ പുറം രാജ്യത്ത് മീറ്റിങ്ങിന് പോകുന്നത്. 2 ദിവസത്തെ ആവശ്യത്തിന് സിം ഒന്നും എടുത്തില്ല. പെട്ടെന്ന് മീറ്റിംഗ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കണം, അതായിരുന്നു മനസ്സിൽ. എന്നാ പെട്ടെന്ന് കോളേജിലേക്ക് പോരെ. ഞങ്ങൾ 3 അവിടെ ഉണ്ടാവും. അർജന്റാണ്. എന്താടാ പ്രശ്നം? അഞ്ജലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഗൗരവത്തിൽ ചോദിച്ചു. അഞ്ജലിയും ആറലിയും കല്യാണത്തിന് ശേഷം കോളേജിൽ വന്നിട്ടില്ല. ഇത് പ്രശ്നം വേറെയാ, സീരിയസ് ആണ്. പെട്ടെന്ന് വാടാ. നിതിൻ കോൾ കട്ട് ചെയ്തു. ഇവന്മാർക്ക് വട്ടായോ എന്തോ.
അപ്പോൾ എൻ്റെ പെണ്ണിനെ പിക്ക് ചെയ്യണ്ടേ? ചിലപ്പോൾ എന്തേലും സർപ്രൈസ് ഒരുക്കി വെച്ച് വിളിക്കാവും. നാച്ചു കോളേജിൽ കാണും. ധൃതിയിൽ വാഷ്റൂമിലേക്ക് ഓടിക്കയറി. ബുള്ളറ്റ് മുന്നിലേക്ക് ചലിക്കുമ്പോൾ അവളെ കാണാനുള്ള മോഹത്തിൽ വേഗത കൂടി.